ചെറിയ മഴയുണ്ട് തിരുവനന്തപുരത്ത്. ആളുകൾ കൂടെയൊക്കെ പിടിച്ചു നിൽക്കുന്നു. മന്ത്രിമാർ അവിടെ ഓരോരുത്തരായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുകയാണ്. അവർ സെക്രട്ടേറിയറ്റിൽ എത്തി എല്ലാവരും എത്തിയതിനു ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗം ആരംഭിക്കുക. ആദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശനെത്തി. തുടർന്ന് ഓരോ മന്ത്രിമാരും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ തടസ്സമല്ല, നിരവധി ആളുകൾ അവിടെ അഭിവാദ്യം അർപ്പിക്കുന്നതും നമുക്കിപ്പോൾ കേൾക്കാം. വിളിച്ചുകൊണ്ട് അനയിക്കുകയാണ്, സ്വീകരിക്കുകയാണ് മന്ത്രിമാരെ പ്രവർത്തകർ. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ സമയത്ത് മഴയുണ്ടാകുമോ, അതൊരു ഭീഷണിയാകുമോ എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞ ഇതാ പൂർത്തിയാകുമ്പോൾ ഒരു ചെറിയ മഴയൊക്കെ തിരുവനന്തപുരത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി ആളുകളെ, പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോക് ഭവനിലെ ചായ സൽക്കാരത്തിന് ശേഷം ഇതാ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, മറ്റു മന്ത്രിമാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും അണികളുമെല്ലാം തന്നെ. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുന്നു. എന്തൊക്കെ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന ഒരു ആകാംക്ഷയുണ്ട്. അതിനുശേഷം അതാ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകളുടെ വലിയൊരു കൂട്ടം അവിടെയും, സെക്രട്ടേറിയറ്റിൽ പൊതുവെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയും ആളുകളുടെ വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാം. എന്തായാലും മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു, മന്ത്രിമാർ ഓരോരുത്തരായി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർണായകമായ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭായോഗത്തിലുണ്ടാകും എന്ന പ്രതീക്ഷയിലുണ്ട്. പക്ഷേ ജനകീയമായ പ്രഖ്യാപനങ്ങളിലൂടെ നന്നായി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വി.ഡി. സതീശൻ, മന്ത്രിസഭ, ഈ സർക്കാർ. കേരളത്തിൽ LDF, UDF എന്ന നിലയിൽ സർക്കാരുകൾ ഓരോ 5 വർഷം കഴിയുന്തോറും മാറി മാറി വരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി LDF സർക്കാരിനൊരു തുടർച്ച അത് 2021 ലഭിച്ചിരുന്നു. അതുകൊണ്ട് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി എന്ന നിലയിലേക്ക് UDF മാറുമ്പോൾ ആ തിരിച്ചുവരവ് ഈ പ്രവർത്തകർക്ക്, അണികൾക്ക് അത്രത്തോളം ആവേശമാകുന്നതും ഈ 10 വർഷത്തെ പ്രതിപക്ഷത്തിരുന്ന ആ അനുഭവത്തിൽ നിന്നുകൂടിയാണ്. അതിൻ്റെ ആവേശം അണികളിലെല്ലാം ഉണ്ട്. ചെറിയൊരു വിജയമല്ല, 2 സീറ്റ് നേടിക്കൊണ്ടുള്ള വിജയം. ഈ ആഘോഷത്തിന്റെ ഭാഗമായി പറവൂരിൽ വി.ഡി. സതീശന്റെ ഗുണ്ട് പൊട്ടിച്ചുകൊണ്ടുള്ള ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ആ രീതിയിൽ എല്ലായിടത്തും ആഘോഷങ്ങളാണ്. സംസ്ഥാനത്ത് എല്ലായിടത്തും UDF പ്രവർത്തകരുടെ ആഘോഷവും നമ്മൾ കണ്ടു. എന്തായാലും ഇനി എല്ലാ കണ്ണുകളും സെക്രട്ടേറിയറ്റിലാണ്. അവിടെ എന്താണ് ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുക എന്നതിൽ കാത്തിരിക്കുകയാണ് കേരളം. ഏതായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ വിജയത്തിന് ശേഷം തന്നെ, മുഖ്യമന്ത്രിയായുള്ള പ്രഖ്യാപനത്തിന് ശേഷം വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തന്റെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികൾ അവസാനിപ്പിക്കുകയല്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്ക് ഇനിയിപ്പോൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു, എന്തൊക്കെ ന്യൂനതകൾ, എന്തൊക്കെ പരാധീനതകൾ കഴിഞ്ഞ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ളൊരു കാര്യം ഉണ്ട്, ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഏതൊക്കെ തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക, ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം കൂടുതലായും പരിഗണിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സമരം തന്നെയാണ്. അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.